ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷൻ സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വേണ്ട ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മളതിന് സൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, if any function phi defined on an interval I which is differentiable and continuous on I satisfies the given differential equation is called solution. അപ്പോൾ ഒരു ഫംഗ്ഷന് സൊല്യൂഷനാണെന്ന് പറയണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഐയിലാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റർവെലിനകത്ത് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും കണ്ടിന്യൂസും ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ സൊല്യൂഷൻ എന്ന് വിളിക്കാം. എപ്പോൾ? അത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻ്റർവെലിനെയാണ് നമ്മൾ ഇൻ്റർവെൽ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡൊമെയിൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എനി ഫംഗ്ഷൻ phi ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവെൽ I വിച്ച് ഇസ് ഡിഫറൻഷ്യബിൾ ആൻഡ് കണ്ടിന്യൂസ് ഓൺ I എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നുമില്ല, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ phi എന്ന് പേര് വിളിക്കുന്നു. ആ ഫംഗ്ഷൻ എന്തൊക്കെ ആവണം? പെർട്ടിക്കുലർ ഒരു ഡൊമെയിൻ ഉണ്ടാവുമല്ലോ അതിന്. ആ ഡൊമെയിനാണ് I എന്ന് പറയുന്നത്. ആ ഡൊമെയിനകത്ത് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആകണം. എന്തിനാണ് ഡിഫറൻഷ്യബിൾ ആവുന്നത്? ഡിഫറൻഷ്യബിൾ ആയാലാണ് ഡെറിവേറ്റീവ്സ് ഉണ്ടാവുകയുള്ളൂ. ഡെറിവേറ്റീവ്സ് കിട്ടിയാലേ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആകണം. മാത്രമല്ല ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിൽ നമുക്കതിനെ സൊല്യൂഷൻ എന്ന് വിളിക്കാം. എങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡൊമെയിനായ ആ ഇൻ്റർവെൽ ക്യാപിറ്റൽ ഐനെ നമ്മൾ സൊല്യൂഷൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നു. ഇൻ്റർവെൽ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡൊമെയിൻ ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രിവിയൽ സൊല്യൂഷനാണ്. ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ എന്താ ഈ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, y ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. എന്താ അങ്ങനെ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ y ഡാഷ് 0, y ഡബിൾ ഡാഷ് 0 അതൊക്കെ 0 ആണ്. അപ്പോൾ നമ്മൾക്ക് നല്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഞാൻ y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, എല്ലാ എലമെൻറ്റിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. y ഡാഷ് എന്തായിരിക്കും? 0. y ഡബിൾ ഡാഷ് എന്തായിരിക്കും? 0. y ഓൾറെഡി 0. അപ്പോൾ ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് y ഈക്വൽ ടു എന്ത് വരും? 0 പ്ലസ് 0 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ y ഈക്വൽ ടു 0 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ഈ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതായത് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഇല്ലല്ലോ, 0 അല്ലേ, അതുകൊണ്ട് ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. y ഈക്വൽ ടു 0നെ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. കിട്ടിയോ? അടുത്തത്, ഇനി ഇങ്ങനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് y ഈക്വൽ ടു e റേസ് ടു 3t. അതെങ്ങനെയാണ് അറിയണേ? y ഡാഷ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? 3e റേസ് ടു 3t. y ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? 9e റേസ് ടു 3t. ശരിയല്ലേ? ഇതിൻ്റെ കൊണ്ട് വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ 9 കിട്ടും. ഇനി ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 9e റേസ് ടു 3t മൈനസ് അല്ല, പ്ലസ് അല്ല, മൈനസ് ആണ്, മൈനസ് 9e റേസ് ടു 3t ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ y ഈക്വൽ ടു e റേസ് ടു 3t ഈസ് എ സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. നമുക്കൊരു ഫംഗ്ഷൻ അല്ലേ കിട്ടുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച് നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോലെ ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ കർവ്. കിട്ടിയോ? ഒന്നുമില്ല, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും, അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന ആ ഗ്രാഫിനെ പറയുന്ന പേരാണ്, ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന കർവ് ഇല്ലല്ലോ, ആ കർവിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ കർവ്. എന്താ സൊല്യൂഷൻ കർവ് എന്ന് വിളിക്കുന്നത്? ഗ്രാഫ് വരച്ചാൽ എപ്പോഴും നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല കിട്ടുന്നത്, സ്ട്രൈറ്റ് ലൈൻ അല്ലാത്ത ഷേപ്പുകളും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിനും ചേർത്ത് പറയുന്നതാണ് കർവ് എന്ന് കേട്ടോ. അപ്പം ഗ്രാഫ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നു.
ഇനി ഈ സൊല്യൂഷനിൽ തന്നെ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനും ഉണ്ട്, ഇംപ്ലിസിറ്റ് സൊല്യൂഷനും ഉണ്ട്. അതാണ് അടുത്ത ഡെഫിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പഠിക്കേണ്ടതാണ്, ഇതിലെല്ലാം ചോദിക്കാറുള്ളതുമാണ് കേട്ടോ. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും രണ്ട് രീതിയിലുള്ള സൊല്യൂഷൻസ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അതിപ്പോൾ സൊല്യൂഷൻ എന്നല്ല, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും കോൺസ്റ്റൻറ്റിൻ്റെയും രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വയ്ക്കാം, y ആണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, x ആണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചോളൂ. അതായത് y ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, x ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്കിൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x പ്ലസ് സം കോൺസ്റ്റൻറ്റ് c ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, കോൺസ്റ്റൻസിൻ്റെയും ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഫോമിൽ മാത്രം കിട്ടുകയാണെങ്കിൽ, ഇതിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കിതിനെ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. അല്ല, y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, y ഡബിൾ ഡാഷ് മൈനസ് 9y ഈക്വൽ ടു 0 പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ y ഈക്വൽ ടു e⁻3t. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടിയുമാണ്. പിന്നെ കോൺസ്റ്റൻസ് ഇവിടെ ഞാൻ തൽക്കാലം എഴുതിയിട്ടുമില്ല. അപ്പോൾ ഈ വൈനെ നമ്മൾ ടി എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ത് സൊല്യൂഷനാണ്? എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനാണ്. എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനാണ്. ഇനി അല്ല, നിങ്ങൾക്ക് y ഈക്വൽ ടു xy സ്ക്വയർ പ്ലസ് എക്സ് ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്നതെങ്കിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലിസിറ്റ് സൊല്യൂഷനാണ്. കാരണം എന്താ? ഇവിടെ വൈനെ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്നും വൈ മാത്രം അല്ലെങ്കിൽ എക്സ് മാത്രമായിട്ട് വേർതിരിച്ച് എഴുതാനായിട്ട് പറ്റില്ല. വൈ ഈക്വൽ ടു എക്സ് മാത്രമായിട്ട് എഴുതാനായിട്ട് ഇവിടെ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സൊല്യൂഷനെ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ, ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായോ? നോക്കിയേ, എ സൊല്യൂഷൻ ഇൻ വിച്ച് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് എക്സ്പ്രസ്ഡ് എലോൺ ഇൻ ടേംസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് കോൺസ്റ്റൻസ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സിൻ്റെയും കോൺസ്റ്റൻസിൻ്റെയും ടേംസിൽ മാത്രം എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നു. അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മളതിനെ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ സൊല്യൂഷൻ എക്സ്പ്ലിസിറ്റ് ആണ്. ഇവിടെ വൈനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ ടീൻ്റെ ടേംസിൽ ഒരു ഫംഗ്ഷനാക്കി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ y ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് എന്ന് എഴുതിയാൽ ഇവിടെ നമുക്ക് y ഈക്വൽ ടു എക്സിൻ്റെ ടേമിൽ മാത്രമല്ല വൈനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ പിരിച്ചെഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സൊല്യൂഷൻ എന്ത് ഫോമിലാണ്? ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ്റെ ഫോമിലാണ്. കിട്ടിയോ? മനസ്സിലായോ? ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പല മെത്തേഡുകളുണ്ട് സോൾവ് ചെയ്യാൻ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ജനറൽ സൊല്യൂഷനിലായിരിക്കും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് എപ്പോഴും പോസിബിളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ജനറൽ സൊല്യൂഷനിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷനിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷൻസും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ സിംഗുലാർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ സാധാരണ രീതിയിൽ സോൾവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു ജനറൽ സൊല്യൂഷൻ കിട്ടും, ഫാമിലി ഓഫ് സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, വൈയും വൈയുടെ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാവാതിരിക്കുക, വൈയുടെയും വൈയുടെ ഡെറിവേറ്റീവ്സിൻ്റെ പവർ ഒന്നിൽ കൂടാതിരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ലീനിയർ എന്നും ഇത് ഏതെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നോൺ ലീനിയർ എന്നും വിളിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള രീതിയിലും പറയുവാണ്. നമുക്കൊരു nth ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അങ്ങനെ പോകുന്ന ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർ ഫോമിലുള്ള സ്റ്റാൻഡേർഡ് ഫോമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും? nth ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ടാവും, അതിൽ കുറവുള്ള n-1, n-2, 1th ഓർഡർ y
എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലീനിയർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ എഴുതുന്ന ഫോർമാറ്റ് എന്താ? വാട്ട് ഈസ് എ ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ പോലുള്ള ഇക്വേഷൻ. ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? ax പ്ലസ് ബി വൈ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി വൈ ഈക്വൽ ടു സം c. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്കറിയാം ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയുന്നത്? എക്സും വൈയും ആണ് ഇവിടുത്തെ വേരിയബിൾ, അതിൻ്റെ പവർ 1 ആണ്. പിന്നെ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. എയ്ക്കും ബിക്കകത്തും എന്ത് വരില്ല? എക്സ് ഒന്നും വരില്ല അല്ലേ? എക്സോ വൈയോ എന്ന് ഉദ്ദേശിക്കുന്നത് 2 വേരിയബിൾ ഇവിടെ ഉള്ളൂ, ആ 2 വേരിയബിളും വരില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫോമാറ്റിലാണെങ്കിൽ നമ്മളതിനെന്ത് പറയും? ലീനിയർ ഇക്വേഷൻ. ഇതേപോലെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ ലീനിയാരിറ്റി എങ്ങനെ പറയും? എ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെയൊക്കെ എ എന്ന് എഴുതിയാൽ എക്ക് വരുന്ന വാല്യൂസ് ബിക്ക് വരുന്ന വാല്യൂസും ഒക്കെ 1 2 3 4 അല്ലെങ്കിൽ -1 -2 പോലുള്ള നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വേരിയബിൾസ് ആരൊക്കെയാണ്? വൈ, വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന പോലെ ഡെറിവേറ്റീവ്സ് ആണ്. വൈ nth ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. ഇനി ഇവരുടെയൊക്കെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്പേഴ്സ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമ്പേഴ്സും ആവാം, നമ്പേഴ്സ് അല്ലാത്ത ഫങ്ഷൻസും ആവാം. അപ്പോൾ ആ ഫങ്ഷൻസിനെയാണ് നമ്മൾ a1 ഓഫ് എക്സ് അല്ലെങ്കിൽ a0 ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് a അല്ലേ, അതുപോലെ ഇവിടുത്തെ ഫസ്റ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഞാൻ a0 ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പ്ലസ് ഇവിടെ സം ചെയ്യുന്ന പോലെ ഇവിടെയും സമ്മ. വൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവിന് ഞാൻ a1 എക്സ് എന്ന് എഴുതുന്നു. പ്ലസ് ഇതിനെ a2 എക്സ് എന്ന് എഴുതുന്നു, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതിൻ്റെയോ ഒരു an എക്സ് എന്ന് എഴുതുന്നു. ഈക്വൽ ടു ഇവിടെ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ഏതെങ്കിലും ഒരു നമ്പറാണ്. ഇവിടെ നമ്പർ വരണമെന്നില്ല, ഇനി ഫംഗ്ഷൻ വരാം, അതുകൊണ്ട് തന്നെ നമ്മളൊരു gx എന്ന് എഴുതുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർ ഫോം. ഇവിടെ a1 എക്സ്, a2 എക്സ്, a3 എക്സ് എന്നൊക്കെ പറയുന്നത് a0 എക്സ്, ഇത് a0 ആണ്. a0 എക്സ്, a1 എക്സ്, a2 എക്സ് എക്സെട്ര an എക്സ് എന്നൊക്കെ പറയുന്നത് എന്താ? ഇവരുടെ കോഎഫിഷ്യൻസ്. ആ കോഎഫിഷ്യൻസിൽ എന്ത് വരില്ല? എന്ത് വരാം? ഒരു കോഎഫിഷ്യൻസിൽ എന്ത് വരില്ല? എക്സും വൈയും ഒന്നും വരില്ല. ഇവിടെ എക്സും വൈയും ഇവിടെ വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് വരില്ല? വൈയോ വൈ ഡാഷോ വൈ ഡബിൾ ഡാഷോ വരില്ല. എക്സ് വരാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണല്ലോ. എക്സിൻ്റെ ഫംഗ്ഷൻസ് വരാം. എക്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻസും വരാം, ഫംഗ്ഷൻസും വരാം കേട്ടോ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ലീനിയർ ഫോം. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ ഇതും മനസ്സിലാവും. ഇത് തന്നെയാണ് നമ്മളിവിടെ ഡെഫിനേഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത്. an(x) ഈ ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. ഡി nth ഡെറിവേറ്റീവ് വൈ a-1 ഓഫ് എക്സ് ഇൻറ്റു n-1th ഡെറിവേറ്റീവ് എക്സെട്ര എക്സെട്ര a1 എക്സ് ഇൻറ്റു dy ബൈ dx പ്ലസ് a0 ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് gx. റെഡി? ഇനി ഈ ഡെറിവേറ്റീവിനെ nth ഡെറിവേറ്റീവ് ഓഫ് വൈനെ നമുക്ക് ഇങ്ങനെയും എഴുതിക്കൂടെ? ഇങ്ങനത്തെ നൊട്ടേഷൻ കൊടുക്കുന്നതിനാണ് ഇവർ നോർമൽ ഫോം എന്ന് പറഞ്ഞിരിക്കണേ കേട്ടോ. നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ തന്നെയാണ് ഇത് എഴുതിയിരിക്കണേ, ഈ നൊട്ടേഷൻ മാറ്റിയിട്ട് ഈ നൊട്ടേഷൻ കൊടുത്തു, വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് എന്നുള്ള നൊട്ടേഷനിൽ എഴുതി. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, നോക്കിയേ. 1 - എക്സ് ഇൻറ്റു വൈ 4th ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് -2y ഈക്വൽ ടു e⁻⁴. ഇത് ലീനിയർ ആണോ? എങ്ങനെ നോക്കാൻ പറ്റും? എന്താ നോക്കേണ്ടത്? ഡെറിവേറ്റീവ്സിൻ്റെ കോഎഫിഷ്യൻസ് നോക്കുക. എന്താ വന്നിരിക്കണേ? ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈയോ വൈ ഡബിൾ ഡാഷോ വൈ ഡാഷോ ഒന്നും വന്നിട്ടില്ല. ഇവിടെയും ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇവിടെയോ വൈ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് -2, അതും ഒരു കോൺസ്റ്റൻറ്റ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ എന്തില്ല? വൈ ഇല്ല. വൈയോ വൈ ഡാഷോ വൈ ഡബിൾ ഡാഷോ ഒന്നുമില്ല. അപ്പോൾ എന്തായി? ഇത് ലീനിയറാണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അടുത്തത് നോക്കിയേ. വൈ ഡബിൾ ഡാഷ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് e⁻⁴ ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇതെന്ത് വരും നോക്കി? ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് -tan x ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. വൈയോ വൈ ഡാഷോ വൈ ഡബിൾ ഡാഷോ ഒന്നും വന്നിട്ടില്ല. ഇവിടെയോ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് e⁻⁴ വൈയും വൈ ഡാഷോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതും ലീനിയറാണ്. ഇതും ലീനിയറാണ്. അപ്പോൾ നോൺ ലീനിയർ ആയിട്ടുള്ളതൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ വരും നോൺ ലീനിയാരിറ്റി ഉള്ളത്? 1 - എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയാൽ ഇവിടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, കുഴപ്പമില്ല. ഇവിടെയും കോഎഫിഷ്യൻ്റ് 1 ആണ്, കുഴപ്പമില്ല. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് നോക്കിയേ, വൈ ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് 1 - എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഈ ഫോർമാറ്റ് വന്നിട്ടില്ല. മാത്രമല്ല വൈൻ്റെ വൈ ഡബിൾ ഡാഷിൻ്റെ പ്രോഡക്റ്റേ വരാൻ പാടില്ലല്ലോ. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് എന്തല്ല? ലീനിയർ അല്ല. പകരം ഇതെന്താണ്? ഇങ്ങനെ വിട്ടിട്ടത് ലീനിയർ അല്ല, ഇതെന്താണ്? നോൺ ലീനിയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഓർത്ത് വയ്ക്കുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ.
ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് ആൻസറിൽ വരും. അതെങ്ങനെയാണ് വരുന്നത്? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കൂ, ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവും, വൈ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? കോൺസ്റ്റൻസ് ഉണ്ടാവാം, എക്സിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവാം. ഇപ്പോൾ വൈ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ dy/dx ഇസ് ഈക്വൽ ടു -y എന്നതിന് എഴുതാം. +y അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞാനിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ dy/dx ഇൻറ്റു dx ഈക്വൽ ടു ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് അല്ല, ഐ എം സോറി. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അതിലേക്ക് വരാം കേട്ടോ. dy/dx ഇസ് ഈക്വൽ ടു +y ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഞാനിതിനെ dy/dx ഇസ് ഈക്വൽ ടു -y എന്ന് എഴുതി, കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തു? dy ഡിവൈഡഡ് ബൈ ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈക്വൽ ടു മൈനസ് ഇവിടെ ഉണ്ട്, ഈ dxനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഒന്നുമില്ല, വൈനെയും ഡി വൈനെയും ഒരു ഫോമിലേക്കും എക്സ് ഡി എക്സ് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ സൈഡിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിച്ചു, സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +2 വേരിയബിൾ സെപ്പറബിൾ ഫോം എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, ഇനി രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. കാരണം ഡെറിവേറ്റീവ് തന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവിൽ നിന്ന് നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ആകെ ഒരു വഴി എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നു. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇൻറ്റഗ്രൽ 1/y dy എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് മോഡ് y അല്ലെങ്കിൽ ln y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇവിടെ ഉണ്ട്. ഇൻറ്റഗ്രൽ ഡി എക്സ് എന്താണ്? എക്സ് ആണ്. ഇനി എന്ത് ചെയ്യും? ഈ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ലിമിറ്റ് തരാത്ത ഇൻറ്റഗ്രലാണ്. ലിമിറ്റ് തരാത്ത ഇൻറ്റഗ്രൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് കിട്ടും. അതിന് നമ്മൾ സി എന്ന് എഴുതുന്നു, വേണമെങ്കിൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് C1 എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൽ എന്തും കൂടെ ഉണ്ട്? ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഓർഡർ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരുന്നത്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യമേ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് കിട്ടുന്നു. ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇനി 2 പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ ചെയ്താലേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റെപ്പിലൂടെ 2 ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻസുകൾ കിട്ടും, 2 ആർബിട്രറി കോൺസ്റ്റൻസുകൾ കിട്ടും, C1ഉം C2ഉം. അപ്പോൾ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് 3 ആർബിട്രറി കോൺസ്റ്റൻസ് കിട്ടും. അങ്ങനെ പോകുന്നു. ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് ഓർഡറിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷനിൽ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. റെഡി? അപ്പോൾ ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വരാമല്ലോ, ഈ C1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ C1ൻ്റെ വില മാറി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ഒരുപാട് ഫങ്ഷൻസ് ആയിരിക്കും കിട്ടുക. ഒരു ഫംഗ്ഷനല്ല ആൻസറായിട്ട് വരുന്നത്. C1ൻ്റെ വില മാറുന്നതിനനുസരിച്ച് ഒരുപാട് ഫങ്ഷൻസ് ആൻസറായിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് ഇവരെല്ലാവരെയും എന്താ വിളിക്കുക? സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു സൊല്യൂഷനാണോ നമുക്ക് കിട്ടുന്നത്? അല്ല. ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച്, ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ്, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടുന്നു. ഈ സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാമിലി ഓഫ് സൊല്യൂഷൻസ്. മനസ്സിലായോ? ഫാമിലി ഓഫ് സൊല്യൂഷൻസ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ f(x, y, y' ഈക്വൽ ടു 0. ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് കേട്ടോ. അതിനകത്ത് y' ഉണ്ടാവും, y ഉണ്ടാവും, x ഉണ്ടാവും. കണ്ടെയ്നിങ് സിംഗിൾ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനിൽ ഒരു ഒരെണ്ണം സിംഗിൾ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? സൊല്യൂഷനിൽ എക്സും കാണും, വൈയും കാണും, സിയും കാണും. കണ്ടോ? ഇവിടെ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ലോഗ് y - x C1. അപ്പോൾ ഇവിടെ വൈയും ഉണ്ട്, എക്സും ഉണ്ട്, സിയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനിൽ എക്സും ഉണ്ടാവും, വൈയും ഉണ്ടാവും, സിയും ഉണ്ടാവും. അപ്പോൾ അതിന് ജനറലായിട്ട് ഇങ്ങനെ ഒരു ഫോമിൽ എഴുതാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാമിലി ഓഫ് സൊല്യൂഷൻ. ഇനി ഇതിനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്? ഒരെണ്ണവേ ഉള്ളൂ, ഒരു പാരാമീറ്റർ, ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 2 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. തേർഡ് ഓർഡർ സോൾവ് ചെയ്താൽ 3 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണ് കിട്ടുക. അതെങ്ങനെ കിട്ടുന്നു? ഓരോ ഇൻറ്റഗ്രേഷൻ സ്റ്റെപ്പിനും ഓരോ കോൺസ്റ്റൻസ് വീതം വരും. ആ കോൺസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടുന്നു. ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ അതിന് ഒരുമിച്ച് ചേർത്തുന്നതിനെയാണ് നമ്മൾ ഒരുപാടെണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അതിനെ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. നന്നായി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ശരി, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇപ്പോൾ ഇതാ ഈ എക്സാമ്പിൾ തന്നെ കാണിക്കാം ഞാൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ C1ന് 0 എന്നൊരു വാല്യൂ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? log mod y -x + 0. അത് എഴുതുന്നില്ല, അത്രേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ C1ന് ഒരു വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷനെ കിട്ടുള്ളൂ. ഇത് മാറുന്നതിനനുസരിച്ചിട്ടല്ലേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടുക. ഏതെങ്കിലും ഒരു വാല്യൂ C1ന് ഒരു വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷനാണ് കിട്ടുന്നത്, ഒരെണ്ണം. ആ ഫാമിലിയിൽ നിന്നും ഒരാളെ കിട്ടും. അങ്ങനെ ഈ ഒരാളെ വിളിക്കുന്ന പേരാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ആർബിട്രറി കോൺസ്റ്റൻറ്റിനും നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്യുന്നു, അതുകൊണ്ട് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോൾ ഫാമിലിയിൽ ഒരാളാണത്, ആ ആളെ വിളിക്കുന്ന പേരാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഡെഫിനേഷൻ എല്ലാം എഴുതിയിട്ടുണ്ട്, വായിച്ച് എഴുതുക കേട്ടോ. എ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് നോ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഇല്ല എങ്കിൽ, എങ്ങനെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഇല്ലാണ്ടാവുക? അതിനെന്തെങ്കിലും പ്രത്യേക വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇല്ലാതാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴാണ് ഇല്ലാതാവുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെ പറയുന്ന പേരാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, മിക്കവാറും ഫസ്റ്റ് പാർട്ടിലുള്ള ഇതൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ.